ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയുടെ കേരള പാഠാവലിയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കേരള പാഠാവലിയുടെ 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്ത കൂട്ടുകാർ എന്ത് ചെയ്യുക, STD6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കുക. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഇതിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. നമുക്കിവിടെ കല്ലുവും പൊന്നുവും എന്നൊരു കവിത തന്നിട്ടുണ്ട്. നോക്കൂ. കല്ലുവും പൊന്നുവും, ഒരു കുട്ടി പോകുന്നു പൊന്നിന്റെ മാലയിട്ടൊരു കുട്ടി ഇട്ടതോ കല്ലുമാല. എന്താണ്? ഒരു കുട്ടി പൊന്നിന്റെ മാലയും മറ്റൊരു കുട്ടി കല്ലുമാലയും ഇട്ട് പോകുന്നുണ്ട്. അവരെന്നും സ്കൂളിലേക്ക് ഒന്നിച്ചു പോകുമാ കുളിരാർന്ന കുന്നിൻ ചെരുവിലൂടെ. ഇവർ രണ്ടുപേരും, അതായത് പൊന്നിന്റെ മാലയിട്ട കുട്ടിയും കല്ലുമാലയിട്ട കുട്ടിയും രണ്ടുപേരും ഒരുമിച്ചാണ് സ്കൂളിലേക്ക് എന്നും പോകുന്നത്. കുളിരാർന്ന കുന്നിന്റെ ചെരുവിലൂടെ, തണുത്ത കുന്നിൻ ചെരുവിലൂടെയാണ് അവർ പോകുന്നത്. ഒരു ദിനം ആ വഴി കള്ളനെത്തി പൊന്നിട്ട കുട്ടിയെ കൊണ്ടുപോയി. ഒരു ദിവസം എന്തെത്തി? അവർ പോകുന്ന വഴി ഒരു കള്ളൻ വന്ന് ഈ പൊന്നിന്റെ മാലയിട്ട കുട്ടിയെ കൊണ്ടുപോയി, തട്ടിക്കൊണ്ടുപോയി. അവളുടെ നിലവിളി കേൾക്കയായി മലയുടെ താഴ്വാരം എങ്ങും. ആ തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ നിലവിളി എന്താണ്? ആ താഴ്വാരത്തെങ്ങും മുഴങ്ങി കേൾക്കുകയായി. അതു കേൾക്കെ അതിവേഗം ഓടിയെത്തി അവളുടെ പൊന്നോമൽ കൂട്ടുകാരി. അപ്പൊ ഈ കുട്ടിയുടെ നിലവിളി കേട്ട് അവളുടെ കൂട്ടുകാരി ആരായിരിക്കും? കല്ലുമാല ഇട്ട ആ കുട്ടിയായിരിക്കും അല്ലെ. അവള് പെട്ടെന്ന് തന്നെ ഓടിയെത്തി. കല്ലുറപ്പുള്ള മനസ്സുമായി ചെന്നവൾ കള്ളനെ നേരിട്ടു ധീരധീരം. എന്നിട്ടോ അവളുടെ മനസ്സെങ്ങനെയാണ്? കല്ലുറപ്പുള്ള മനസ്സാണ്, അതായത് നല്ല തന്റേടിയായ കുട്ടിയാണ്, ധൈര്യമുള്ള കുട്ടിയാണ്. ആര്? ഈ കല്ലുമാല ഇട്ട കുട്ടി. അവളുടെ ആ ധൈര്യം കൊണ്ട് അവൾ എന്താണ്? കള്ളനെ ധൈര്യത്തോടുകൂടെ നേരിട്ടു. കല്ലിന്റെ മാലയണിഞ്ഞവൾ അങ്ങനെ പൊന്നിട്ട കുട്ടിയെ വീണ്ടെടുത്തു. ഈ കല്ലുമാല ഇട്ട കുട്ടി എന്ത് ചെയ്തു? കള്ളന്റെ കയ്യിൽ നിന്ന് കള്ളനെ നേരിട്ട് ഈ പൊന്ന് ഇട്ട കുട്ടിയെ രക്ഷപ്പെടുത്തി. അതുകണ്ടു മാമരക്കൂട്ടവും കിളികളും പുഴകളും പൂക്കളും പുളകമാർന്നു. ഇത് കണ്ട് വലിയ മരങ്ങളുടെ കൂട്ടവും കിളികളും പുഴകളും പൂക്കളും ഒക്കെ എന്താണ്? സന്തോഷം കൊണ്ട് കോരിത്തരിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പൊ എന്താ മക്കളെ, ദിവാകരൻ വിഷമങ്കൽ എഴുതിയതാണ്. എന്താണ്? രണ്ട് വൈരുദ്ധ്യങ്ങൾക്കിടയിലെ കാര്യമാണ് അല്ലെ നിറഞ്ഞിരിക്കുന്നത്. എന്നാലും അവർക്കിടയിൽ നിലനിൽക്കുന്ന സൗഹൃദം, അവര് എത്രത്തോളം ത്യാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു എന്നുള്ള ധൈര്യത്തോടു കൂടിയിട്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്തി എന്നുള്ള കാര്യം. താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ബ്രാക്കറ്റിൽ നിന്ന് ശരിയുത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഇതുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിന് ശരിയുത്തരം കണ്ടെത്തണം. ചോദ്യം 1, ആരുടെ നിലവിളിയാണ് താഴ്വരയിൽ കേട്ടത്? പൊന്നിൻ മാല ഇട്ട കുട്ടിയുടെ, കള്ളന്റെ കല്ലുമാല ഇട്ട കുട്ടിയുടെ. പൊന്നിൻ മാല ഇട്ട കുട്ടിയുടെ നിലവിളിയാണ് താഴ്വരയിൽ മുഴങ്ങിക്കേട്ടത്. ചോദ്യം 2, കുട്ടികൾ സ്കൂളിൽ പോയിരുന്നത് ഏത് വഴിയിലൂടെയാണ്? മാമരങ്ങൾക്കിടയിലൂടെ, താഴ്വരയിലൂടെ, കുന്നിൻ ചെരുവിലൂടെ. കുന്നിൻ ചെരുവിലൂടെയാണ് അല്ലെ, കുളിരാർന്ന കുന്നിൻ ചെരുവിലൂടെയാണ് അവർ പോയിരുന്നത്. ചോദ്യം 3, പുഴകളും പൂക്കളും പുളകമാർന്നത് എന്തുകൊണ്ട്? കുട്ടിയുടെ ധീരത കണ്ട്, കുട്ടിയുടെ നിലവിളി കേട്ടി കുട്ടി ഓടിയത് കൊണ്ട്. ഈ കല്ലുമാലയിട്ട കുട്ടിയുടെ ധീരത കണ്ടാണ് പൂക്കളും പുഴകളും ഒക്കെ പുളകമാർന്നത്. ചോദ്യം 4, കല്ലുറപ്പുള്ളത് എന്തിനാണ്? മനസ്സിന്, പൊന്നിൻ മാലയ്ക്ക്, കല്ലുമാലയ്ക്ക്. എന്താണ്? മനസ്സിനാണ്. കല്ലിന്റെ മാലയിട്ട ആ കുട്ടിയുടെ മനസ്സിനാണ് കല്ലുറപ്പുള്ളത് അഥവാ ധൈര്യമുള്ളത്. ചോദ്യം 5, കല്ലുമാല ഇട്ട കുട്ടി കള്ളനെ നേരിടാൻ കാരണം എന്താവാം? പൊന്നിൻ മാല മോഹിച്ച് ധീരത കാണിക്കാൻ കൂട്ടുകാരിയോടുള്ള സ്നേഹം കൊണ്ട്. എന്തുകൊണ്ടാണ്? കൂട്ടുകാരിയോടുള്ള സ്നേഹം കൊണ്ടാണ് അവള് ആ കള്ളന്റെ അടുത്ത് നിന്ന് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. പ്രവർത്തനം 2, പത്രവാർത്ത. അഴുക്കായ തുണി, പ്ലാസ്റ്റിക്, പൊട്ടിയ പാത്രങ്ങൾ തുടങ്ങി നാട്ടിലെ മാലിന്യങ്ങൾ മുഴുവൻ ആറ്റിലൊഴുക്കുന്നു. ആറ്റിറമ്പ് കയ്യേറി ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. ഇങ്ങനെ നാടിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതെങ്കിലും പ്രകൃതി ചൂഷണത്തെക്കുറിച്ച് പത്രത്തിൽ നൽകുന്നതിന് വാർത്ത തയ്യാറാക്കുക. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ഒരു ബോർഡർ വരച്ചു കൊടുക്കുക. അതിനുള്ളിൽ വേണം എഴുതാൻ. ഒരു തലക്കെട്ട് കൊടുക്കണം. പിന്നെ എവിടെയാണ് നടക്കുന്നത് ആ സ്ഥലവും ആ ദിവസവും കൊടുക്കണം. നഗരത്തിലെ പുഴ മാലിന്യവാഹിനിയാകുന്നു, അധികൃതർ മൗനത്തിൽ. കോഴിക്കോട്, ഡിസംബർ 22. നഗരത്തെ ജീവനുള്ളതാക്കി നിലനിർത്തുന്ന ഇരുവഴിഞ്ഞിപ്പുഴ ഇന്ന് മാലിന്യ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അഴുക്കായ തുണികൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, പൊട്ടിയ ഗ്ലാസ് പാത്രങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവയെല്ലാം ഒരു മറയുമില്ലാതെ പുഴയിലേക്ക് തള്ളുന്നത് നിത്യസംഭവമായിരിക്കുന്നു. നഗരസഭയുടെയും ആരോഗ്യ വകുപ്പിന്റെയും ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നതാണ് പ്രധാന പരാതി. പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പുഴയുടെ തീരങ്ങൾ കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും സജീവമാണ്.
ബഹുനില കെട്ടിടങ്ങൾ നിയമങ്ങളെ കാറ്റിൽ പറത്തി പുഴയോരത്തുയരുന്നു. ഇത് പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുകയും ചെയ്യുന്നു. ഉടൻ തന്നെ ഈ വിഷയത്തിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഈ പുഴ ഒരു ഓർമ്മ മാത്രമായി മാറിയേക്കാം. ശക്തമായ നിയമ നടപടികളും പൊതുജന ബോധവൽക്കരണവുമാണ് ഈ പാരിസ്ഥിതിക പ്രശ്നത്തിന് വേണ്ട പ്രതിവിധി. പ്രവർത്തനം 3. ചിന്തകൾ. ആദ്യമായി പറന്ന കടൽ കോഴിക്കുഞ്ഞിന്റെ വികാര വിചാരങ്ങൾ സങ്കല്പിച്ചെഴുതുക. നമ്മൾ ആദ്യത്തെ പറക്കൽ എന്നുള്ള പാഠഭാഗത്ത് പഠിച്ചു അല്ലെ. അപ്പൊ ആ സമയത്ത് ആ പറന്ന കടൽ കാക്കയുടെ അല്ലെങ്കിൽ കടൽ കോഴിക്കുഞ്ഞിന്റെ കടൽ പക്ഷിയുടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്നാണ് എഴുതേണ്ടത്. എന്റെ സഹോദരങ്ങളെ പോലെ ഞാനും പറന്നിരിക്കുന്നു. പരന്നു കിടക്കുന്ന കടലിനു മീതെ പറക്കാൻ എന്റെ ചിറകുകൾ പര്യാപ്തമല്ലെന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ട് തന്നെ ഭയം എന്നെ വല്ലാതെ പിടിമുറുക്കിയിരുന്നു. ആ ഭയത്തെ മറികടക്കാൻ ഒരു പരിധിവരെ എന്നെ സഹായിച്ചത് അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും എല്ലാം പിന്തുണയാണ്. പിന്നെ കഠിനമായ വിശപ്പും. ആ മുട്ടത്തോട് തിന്നതോർക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത. എന്റെ ശരീരം തിന്നുന്നത് പോലെയാണ് അപ്പോൾ തോന്നിയത്. പറന്നില്ലെങ്കിൽ പട്ടിണി കിടന്നു ഞാൻ മരിച്ചേനെ. ഇപ്പോൾ എനിക്ക് പറക്കാം, നീന്താം, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാം. ഞാനും ഇപ്പോൾ മറ്റുള്ളവരെ പോലെ തന്നെയാണ്. പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം. പരിശ്രമിച്ചാൽ നേടാത്തതായി ഒന്നുമില്ല എന്നെനിക്ക് ബോധ്യമായി. പ്രവർത്തനം 4. വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. ബാറ്ററി നിർമ്മിക്കാൻ പര്യാപ്തമല്ലാത്ത 50,000 വഴികളാണ് ഞാൻ ആദ്യം കണ്ടെത്തിയത്. എഡിസൺ പറഞ്ഞതാണ്. ശാസ്ത്രത്തിന്റെ ഈ മുന്നേറ്റം തുടർന്നു വരികയാണ്. അത് അധികം വേഗത്തിൽ മുൻപോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് വിശ്രമമില്ല. ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ്. ശാസ്ത്രത്തിന്റെ രീതികളെക്കുറിച്ചുള്ള രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ശാസ്ത്രത്തിന്റെ രീതിയാണ് എഡിസൺ വിവരിച്ചത്. എല്ലാ പരീക്ഷണങ്ങളും ഒറ്റയടിക്കും വിജയിക്കില്ല. ഒരുപാട് തവണ ചെയ്യേണ്ടി വരും. പലപ്പോഴും പരാജയപ്പെടും. അതിലൂടെ ചില പുതിയ മാർഗങ്ങൾ തുറന്നു കിട്ടും. പിന്നെയും ശ്രമിക്കുക. ഇതാണ് ശാസ്ത്രീയമായ രീതി. അതിനിടയിൽ ഉണ്ടാവുന്നതൊന്നും പരാജയമല്ല, പുതിയ വഴിയിലേക്ക് പോകാനുള്ള വഴി തുറക്കലാണ്. ശാസ്ത്രത്തിന്റെ മറ്റൊരു രീതിയാണ് നെഹ്റുവും പറയുന്നത്. എന്നും നാം മുന്നോട്ട് കുതിച്ചു വരികയാണ്. വിശ്രമമില്ലാതെ തുടരുന്നു. ഒരു യന്ത്രം വാങ്ങി 1-2 വർഷത്തിനിടയിൽ സാങ്കേതിക വിദ്യ പഴഞ്ചനാവും. മനുഷ്യൻ കൂടുതൽ സഹായകരമായ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് പോകും. മുകളിൽ പറഞ്ഞ 2 കാര്യങ്ങളും ശാസ്ത്രത്തിന്റെ രീതിയിൽ പെടുന്നവയാണ്. അവ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പ്രവർത്തനം 5. പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. മണ്ണിനടിയിൽ കിടക്കുന്നത് അനേകം തലമുറകളെ ഊട്ടി വളർത്തിയ മഹാനീർത്തടമാണ്. ഇനിയും അനേകം തലമുറകളെ ഊട്ടി വളർത്താൻ കെൽപ്പുണ്ടായിരുന്നവൾ ജീവൻ കൊടുത്തും പരിപാലിക്കേണ്ടതായിരുന്നു. പരിപാലിച്ചില്ല. ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന കഥയിൽ നിന്നുള്ള ഭാഗമാണ്. ദേശത്തിന് മുഴുവൻ അന്നം തന്നിരുന്ന തണ്ണീർത്തടം കുഴിച്ചുമൂടി പലമാതിരി സൗധങ്ങൾ കെട്ടിപ്പോക്കുന്നതിനോടുള്ള പ്രതികരണം കുറിപ്പായി എഴുതുക. നമ്മുടെ നാടിന്റെ ജീവനാഡിയായിരുന്ന തണ്ണീർത്തടങ്ങൾ ഇന്ന് ഓർമ്മകൾ മാത്രമായി മാറുന്നു. അനേകം തലമുറകളെ ഊട്ടി വളർത്തിയ, ഇനിയും അനേകം തലമുറകളെ ഊട്ടി വളർത്താൻ കെൽപ്പുണ്ടായിരുന്ന ആ മഹാനീർത്തടം ഇന്ന് മണ്ണിനടിയിലാണ്. ജീവൻ കൊടുത്തും പരിപാലിക്കേണ്ടിയിരുന്ന ആ പ്രകൃതി വിഭവത്തെ നാം വേണ്ട വിധം സംരക്ഷിച്ചില്ല. ദേശത്തിന് മുഴുവൻ അന്നം തന്നിരുന്ന ഈ തണ്ണീർത്തടം ഒഴിച്ചുമൂടി പലമാതിരി സൗധങ്ങൾ കെട്ടിപ്പൊക്കുന്നത് വികസനത്തിന്റെ പേരിലുള്ള വലിയൊരു വിനാശമാണ്. ഹ്രസ്വകാല ലാഭങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി നാം പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ അതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ വരും തലമുറകളാണ് അനുഭവിക്കേണ്ടി വരിക. ഈ വികസനം ഒരു ശാപമായി മാറാതിരിക്കാൻ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള സുസ്ഥിര വികസനമാണ് നമുക്ക് വേണ്ടത്. തണ്ണീർത്തടങ്ങൾ തിരിച്ചുപിടിക്കാനും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്നതിലെ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതിയെക്കുറിച്ചുള്ള ആശങ്കയും അത് തിരികെ കൊണ്ടുവരാനുള്ള കടമയുമാണ്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ശക്തമായ ഒരു പ്രതികരണമാണിത്. പ്രവർത്തനം 6. അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. ജീവിതത്തിന്റെ ഏത് തുറയെടുത്താലും ശാസ്ത്രം ലോകത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതായി കാണാം. ശാസ്ത്രത്തിന്റെ ഈ മുന്നേറ്റം തുടർന്നു വരികയാണ്. നെഹ്റു പറഞ്ഞതിനോട് നിങ്ങളുടെ അഭിപ്രായം ഉദാഹരണ സഹിതം കുറിപ്പായി എഴുതുക. ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പികളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയുടെ വികസനത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് വലിയ പ്രാധാന്യം നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. ശാസ്ത്രബോധം വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും സംസാരിച്ചു. നിരക്ഷരത, വിശപ്പ്, ദാരിദ്ര്യം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശാസ്ത്രത്തിന് മാത്രമേ കഴിയൂ എന്ന് നെഹ്റു വിശ്വസിച്ചു. മതപരമായ വിഭാഗീയതകൾ ഒഴിവാക്കാനും യുക്തിസഹമായി ചിന്തിക്കാനും ശാസ്ത്രബോധം സഹായിക്കുമെന്ന് അദ്ദേഹം കരുതി. ശാസ്ത്ര സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു ആധുനിക രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യയുടെ വളർച്ചയെ അദ്ദേഹം സ്വാധീനിച്ചു. രാജ്യത്തിന്റെ കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്കായി വലിയ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിനെ നെഹ്റു പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയിൽ നിരവധി
ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളും ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും പ്ലാനറ്റോറിയങ്ങളും സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ശാസ്ത്രീയമായ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിച്ച് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ നെഹ്റു ശ്രമിച്ചു. ഈ കാരണങ്ങൾ കൊണ്ടുതന്നെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ശാസ്ത്രം വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന നെഹ്റുവിന്റെ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാട്ടോ മക്കളെ ഈ ചോദ്യപേപ്പറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാം ഒന്ന് പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെക്കുക. കേരള പാഠാവലിയുടെ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ പോയി കാണുക. അതുപോലെ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും ശ്രദ്ധിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്